Hey everyone, welcome back to yet another episode. ഇത് ഒരു കസിൻസ് ഗെറ്റ് ടുഗദർ പ്ലസ് കുക്കിംഗ് പ്ലസ് ഫുഡ് അടി വ്ലോഗാണ്. അപ്പോൾ നമ്മൾ കുറച്ചായി കസിൻസ് എല്ലാം കൂടെ ഗെറ്റ് ടുഗദർ നടത്തിയിട്ട്, കാരണം സമ്മറാണ്. അപ്പോൾ നമ്മളിന്ന് സീ ഫുഡ് എന്ന് പറയുമ്പോൾ ഞണ്ടുണ്ട്, പിന്നെ കൊഞ്ചുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് കുക്ക് ചെയ്തിട്ട് കഴിക്കാം എന്നുള്ള പ്ലാൻ വന്നത്. അപ്പോൾ നമ്മളാണ് കട്ടിങ് ആൾക്കാരും കുഞ്ഞിത്താണ് കുക്കിംഗ് ആയിട്ടുള്ള ആളും. അപ്പോൾ കൊച്ചൊക്കെ ബോറടിച്ചിട്ട് അവൾക്ക് യാതൊന്നും ഇതിൽ കട്ട് ചെയ്യാനൊന്നും ഇല്ലാതെ അവൾ ബോറടിച്ച് കളിക്കാനായിട്ട് പോയി. അപ്പോൾ നമുക്ക് ഇത് തുടങ്ങുന്നതിന് മുമ്പ് റോസ് മിൽക്ക് കുടിച്ച് സ്ട്രെങ്ത് കിട്ടണം എന്നാണ് കുഞ്ഞിത്ത പറഞ്ഞത്. അപ്പോൾ ഒരാൾ നാരങ്ങ അരിയുന്നു, ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. വേറൊരാൾ ഒന്നും അറിയാതെ വീഡിയോ എടുക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ ഇത് സീ സാൾട്ടാണ് കേട്ടോ. നമ്മൾ സീബ്രീം ഫിഷ് കൂടെ മേടിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പോൾ ആ ഫിഷിന് ഒരു നല്ല സോസ് കുഞ്ഞിക്ക ഉണ്ടാക്കി. അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ആള്. പാഴ്സ്ലിയും അതുപോലെ സീ സാൾട്ടും ഒലിവ് ഓയിലും ജിഞ്ചർ ഉണ്ടോയെന്ന് അറിയത്തില്ല, ബട്ട് ഗാർലിക്കും ഒക്കെ ഇട്ടിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വന്നത് കുഞ്ഞിക്ക ഉണ്ടാക്കിയ ഈ ഒരു സോസാണ് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. ആ ഫിഷിൻ്റെ മുകളിൽ അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കഴിക്കുക. അതായത് ഗ്രില്ല് ചെയ്തതിന് ശേഷമാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ അരിഞ്ഞോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ സീബ്രീം ഗ്രില്ല് ചെയ്യാനുള്ള മെഷീൻ. അപ്പോൾ നമ്മൾ കൊഞ്ചിന് മസാല തേച്ചു. ഇത് ബട്ടർ വെച്ചിട്ടുള്ള ഒരു മസാലയാണ്. അതുപോലെ തന്നെ നമ്മൾ 3 ടൈപ്പ് ഓഫ് കൊഞ്ചിൻ്റെ ഉണ്ടാക്കി. നമ്മുടെ നോർമൽ മുളക് പൊടിയൊക്കെ ഇട്ട ഒരു മസാല ഉണ്ടായിരുന്നു, പിന്നെ ചീസിൻ്റെയും ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സീബ്രീം. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ടോയ്, നമ്മുടെ ഇല്ല സ്റ്റിക്ക് ചെയ്യുന്ന ടോയ് ഇല്ലേ വാളിൽ, അത് കിട്ടിയത്. അതിൻ്റെ ഒരു പൂച്ചക്കുട്ടിയെ കിട്ടിയത്. അപ്പോൾ പിന്നെ ഞാനതൊന്ന് വെച്ച് കുറച്ച് നേരം കളിച്ചു. ഞാൻ എൻ്റെ ലിസാർഡിനെ കണ്ടിട്ടുണ്ട്, പല്ലിയെ. അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് നമുക്ക് പേടിയാവും. പക്ഷേ ഇത് പൂച്ചയെ കാണുന്ന ഫസ്റ്റ് ടൈമാണ്. അതിങ്ങനെ കുറച്ച് നേരം, ഒരു 20 minutes ഒക്കെ ഇരിക്കും. അത് കഴിയുമ്പോൾ താനെ അത് സ്റ്റിക്ക് ഇതിൽ നിന്ന് ഊരി താഴോട്ട് വീഴുന്നത് പോലെയും എനിക്ക് ഫീൽ ചെയ്തിട്ടോ. ഇത് താനെ വീഴും ഒരു 20 minutes കഴിയുമ്പോൾ. പിന്നെ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നെക്സ്റ്റ് മസാലയുള്ള കൊഞ്ച്. ഇത് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എണ്ണയിലാണ് ഇത് നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തത്. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടില്ല, കാരണം ഇതിൽ പലരും ഡയറ്റിലാണ്. പക്ഷെ ഒരു ദിവസം ഡയറ്റ് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അതും ഇത് സൺഡേ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മുളക് പൊടിയിലൊക്കെ ഇട്ടത്. അതിന് ശേഷം അവിടെ ബട്ടർ, ഇവിടെ മുളക് പൊടി ഇട്ട് ബട്ടറിലുള്ളത് മുളക് പൊടിയൊക്കെ ഇട്ട വേറൊരു മസാല ആൻഡ് സീബ്രീം. ഇത് കട്ട് ചെയ്ത് മസാല ഇട്ടിട്ടാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ ഇതൊക്കെ നല്ല മണമുണ്ട്. ബട്ടറിലൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അങ്ങനെ ഗ്രില്ലിംഗ് മെഷീനിൽ നമ്മൾ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ സീബ്രീം അതിലേക്ക് വെച്ചു. 2 സീബ്രീം ഉണ്ടായിരുന്നു, അതിലേക്ക് വെച്ചിട്ട് പിന്നെ നോർമലി 180 ഡിഗ്രിയിലാണെന്നാണ് തോന്നുന്നത്, ബിക്കോസ് ഇത് കുഞ്ഞിക്കാണ് ചെയ്തത്. എനിക്കിതിനെപ്പറ്റി യാതൊരുവിധ ഐഡിയ ഇല്ല. ഗ്രില്ല് ചെയ്തിട്ട് എടുത്തു. അതിനുശേഷം പക്ഷേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഞാൻ ആ കാണിച്ച സോസില്ലേ, അയ്യോ ആ സോസിന് എന്നാ ടേസ്റ്റായിരുന്നു എന്നറിയാം. അങ്ങനെ നമ്മളിത് 190 ഡിഗ്രിയിൽ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഒരു സൈഡിൽ കൊഞ്ചിങ്ങനെ വെന്തുകൊണ്ടേയിരിക്കുന്നു, ഒരു സൈഡിൽ സീബ്രീം ഇങ്ങനെ വെന്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സീബ്രീം ഗ്രില്ലായി കിട്ടി. ഗ്രില്ലായിട്ട് ഇത് അവർ തന്നൊരു മസാലയാണ് കേട്ടോ, നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എല്ലാം ഒരുവിധം പ്രിപ്പയർ ആയി കഴിഞ്ഞിട്ട് ഇനി കഴിക്കാനുള്ള ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ള ജോലിയും കൂടെ ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ ടേബിളൊന്ന് വൃത്തിയാക്കി. അത് കഴിഞ്ഞ് നമുക്ക് കൊഞ്ചുണ്ട്, ആ ഒരു സോസ് ഉണ്ട്, ബട്ടറിലുള്ള കൊഞ്ചുണ്ട്. ഇത് ഗീയിലുള്ള കൊഞ്ചാണ് കേട്ടോ, ഗീ അല്ല സോറി ക്രീമിലുള്ള. പിന്നെ ഞണ്ട്, ഓഫ് കോഴ്സ് ഞണ്ട്. പിന്നെ നമുക്ക് സൈഡായിട്ട് ഇതാണ് പൊറോട്ട ഉണ്ട്, വീറ്റ് പൊറോട്ടയും ഇത് നോർമൽ മൈദ പൊറോട്ടയായിരുന്നു ഉള്ളത്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തർ പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് കഴിക്കാനായിട്ട് വരുമായിരുന്നു. അപ്പോൾ ഗ്രില്ല് ചെയ്ത ഫിഷിന് നമ്മൾ പിന്നീടാണ് ഈ ഒരു സോസ് അപ്ലൈ ചെയ്തിട്ട് അത് കഴിക്കുന്നത്. ഗ്രില്ല് ചെയ്ത ഫിഷ് കുറച്ച് ലൈറ്റ് മസാലാസ് വേണ്ടവർക്കാണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ്. പക്ഷേ നമ്മൾ സോസ് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഇതിലുള്ള ഒരു മസാല വേണം. ഞാൻ നോക്കിയപ്പോൾ ആരും കഴിക്കാൻ വരുന്നില്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ട് പണ്ടാരടങ്ങി. അപ്പം ഞാൻ തന്നെ ഫസ്റ്റ് ഇരുന്നിട്ട് പറഞ്ഞു, വിശക്കുന്നവർക്കൊക്കെ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഇരുന്നിട്ട് എന്തൊക്കെ കഴിക്കണം എന്നാണ് ആലോചിക്കുന്നത്. ഞണ്ട് എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ്, പക്ഷെ അത് കഴിക്കാൻ എനിക്ക് അറിയത്തില്ല, പേടിയാണ്. അതിൻ്റെ ഇങ്ങനെ ഇത് പല്ലിൽ കയറുമ്പോൾ നല്ല പെയിനാവും. എനിക്ക് ഒരു വട്ടം അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ കുറച്ചിങ്ങനെ എടുത്ത് തന്നു. സാധാരണ വീട്ടിലുള്ളപ്പോൾ വാപ്പിയാണ് എനിക്ക് ഞണ്ടീന്നത് ആ മാംസം എടുത്ത് തരുന്നത്. അങ്ങനെ ഓരോരുത്തരായി ഫുഡ് കഴിക്കാനിരുന്നു. ഞാൻ ഫസ്റ്റ് കൊഞ്ചിലേക്കാണ് പോയത്. അപ്പോഴത്തേക്ക് കുഞ്ഞിക്ക് നമുക്ക് സീബ്രീം
2 പേർക്ക് കൂടെ ഉള്ളത് ഒരു പ്ലേറ്റിലേക്ക് ആക്കി തന്നു. അതിൻ്റെ മുകളിൽ പിന്നെ സോസ് ഒഴിച്ചു. പിന്നെ നമ്മളത് കുറച്ചിങ്ങനെ പിച്ചിയിട്ട് വായിലോട്ട് വെച്ചപ്പോൾ ആ സോസിൻ്റെയും ഈ ഒരു ലൈറ്റ് മസാലയുടെയും പിന്നെ സീബ്രിയും നല്ലൊരു ഫിഷാണ്, അതിൻ്റെ എല്ലാം കൂടെ ഒരു ടേസ്റ്റ് ഇങ്ങനെ സെറ്റായിട്ട് നമ്മുടെ ഒരു ഫാമിലി ടൈം എൻജോയ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ആ സോസ് അപ്ലൈ ചെയ്തിട്ട് കണ്ടില്ല, അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ സോസ് ഞാൻ അതിൻ്റെ ഒരു റെസിപ്പി ചോദിച്ചിട്ടിടാം, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. അതൊക്കെ കഴിച്ച് പതുക്കെ നമ്മൾ ഒരു 9:30 ഒക്കെ ആയപ്പം 10 ഒക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയി. ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വ്ളോഗ്.